ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടി രണ്ടോണനാളിൽ നടത്തിവരാറുള്ള കണ്ടശാങ്കടവ് ജലോത്സവം ചുവപ്പ് നടയിൽ കുടുങ്ങി മുടങ്ങാതിരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി കൈക്കൊള്ളണമെന്ന് ജലോത്സവം സംരക്ഷണ സമിതി ഭാരവാഹികളായ ടോണി അത്താണിക്കൽ, ജോർജ് ആലപ്പാട്, കാർത്തികേയൻ വെണ്ണയ്ക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തമുണ്ടായിട്ടും മറ്റ് ജലോത്സവങ്ങളും ഓണാഘോഷ പരിപാടികളും നടന്നപ്പോൾ കണ്ടശാങ്കടവ് ജലോത്സവം മുങ്ങിപ്പോയി. ജലരാജാക്കന്മാരായ 8 ചുണ്ടൻ വള്ളങ്ങളടക്കം പങ്കെടുപ്പിച്ച് നടത്തിയിട്ടുള്ള ജലോത്സവമാണ് ഇത്തവണ നടക്കാതെ പോയത്. മുൻ വർഷങ്ങളിലെ ജലോത്സവ നടത്തിപ്പുമായി കണക്ക് അവതരണത്തിന് തങ്ങളെ വിളിക്കാറില്ലെന്ന് ജലോത്സവ സംഘാടക സമിതിയിൽ ഉൾപ്പെട്ട 3 പേരും വ്യക്തമാക്കി. അടുത്ത വർഷം നടത്തുന്ന ജലോത്സവം ഭംഗിയായി നടത്താനുള്ള പ്രവർത്തനം ഇപ്പോഴേ ആരംഭിക്കണം. കടബാധ്യത ഒഴിവാക്കാൻ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ 1 കോടി രൂപയും നൽകണമെന്നും ഇതിനായി ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി വരുത്തണമെന്നും മണലൂർ പഞ്ചായത്ത് അംഗം കൂടിയായ കോൺഗ്രസിലെ ടോണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ എല്ലാ ഇവന്റുകളും നടന്നപ്പോൾ കണ്ടശാങ്കടവ് ജലോത്സവം മാത്രം മുടങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ചുണ്ടൻ വള്ളങ്ങളില്ലെങ്കിലും ബി ഗ്രേഡ് വള്ളങ്ങളെ വെച്ചിട്ടോ ചെറുവള്ളങ്ങളെ വെച്ചിട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ നടത്തുന്ന പോലെ തന്നെ നമുക്കും ഇവിടെ പ്രായോഗികമായിട്ട് നമുക്ക് നടത്താവുന്നതാണ് ചുണ്ടൻ വള്ളങ്ങൾ ഇല്ലെങ്കിൽ തന്നെ. പിന്നെ അടുത്ത വർഷത്തെ ജലോത്സവത്തിനുള്ള ഒരു മുന്നൊരുക്കം നമ്മൾ 1 മാസം മുൻപ് ആരംഭിക്കാതെ 1 വർഷം മുൻപെങ്കിലും മുന്നൊരുക്കങ്ങൾ ആരംഭിച്ച് തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളെയും എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളെയും എംപിയും MLAയും ജില്ലാ കളക്ടറും ത്രിതല പഞ്ചായത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുൻകൈയെടുത്ത് നല്ല രീതിയിൽ ജലോത്സവം നടത്തൽ നടപടി കൈക്കൊള്ളണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇത്തവണ ജലോത്സവം നടക്കാതെ പോയതിൽ മണലൂർ പഞ്ചായത്തിലെ LDF അംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു.